ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു പൂരത്തിൻ്റെ വ്ളോഗാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈമിൽ വന്ന് ചോദിച്ചു, നമ്മൾ വീടിൻ്റെ അടുത്തൊരു പൂരം നടക്കുന്നുണ്ട്, ഈ ഒന്ന് വായോ ഇതിൻ്റെ കൂടെ കാണാനെന്ന്. പിന്നെ അവർക്ക് ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരല്ലേ, അപ്പോൾ അവർക്ക് ഈ പൂരം പിന്നെ പെരുന്നാൾ എന്തായാലും ഭയങ്കര ആഘോഷമാണ്, പോകാനും കാണാനൊക്കെ. അപ്പോൾ ഞാനും ഇക്കാൻ്റെ കൂടെ പോയി അങ്ങനെ എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ് ഇത്. അപ്പോൾ ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് നമ്മൾ റോഡ് സൈഡിനാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ റോഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അവിടെയൊക്കെ. നമ്മൾ വന്ന് ഒരു ബ്ലോക്കില്ലാത്തൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ ഒരു വീട്ടിൽ വണ്ടി വെച്ചിട്ട് അവിടുന്ന് പിന്നെ നടന്നിട്ട് കാണുകയാണ് കേട്ടോ ചെയ്തത്. ഞാൻ ഇത്രയും അടുത്തുനിന്ന് ആനകളെ കാണുന്നത് ഈ ഒരു പൂരത്തിനായിരിക്കും കേട്ടോ. കാരണം അത്രയും അടുത്ത് വരെ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല പേടിയായിരുന്നു, കാരണം ഇപ്രാവശ്യത്തെ പൂരത്തിലൊക്കെ ആന ഇടയുന്ന കാരണം എനിക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ആഘോഷത്തിൽ പോകാനും ഇതൊക്കെ കാണാനൊക്കെ ഒരു പേടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, നമ്മളങ്ങോട്ട് പോയി. അപ്പോൾ മോൻ്റെ കൈ കണ്ടില്ലേ, അവന് അവിടുത്തെ ആ ഒരു കൊട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവൻ്റെ കൈ എപ്പോഴും ഇങ്ങനെ താളം പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ ഉള്ള എല്ലാ പൂരത്തിനും ഇതുപോലത്തെ ഈ ഒരു പട്ടിക്കുട്ടികൾ കാണാൻ പറ്റും കേട്ടോ. അത് കാണാൻ നല്ല ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ആനകളും കാര്യങ്ങളൊക്കെ ഈ പൂരത്തിനുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് അവനെ കാണാൻ. പക്ഷേ അവനെ കാണുമ്പോൾ ഇപ്പോൾ എന്തോന്നറിയില്ല, ഉള്ളിൽ നിന്നൊരു ഉൾഭയം വരികയാണ്, നമ്മൾ ഈ ഒരു ആന ഇടയുന്ന ഒരു സംഭവമൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറേ കൊട്ടും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് അധിക ദൂരമൊന്നുമില്ല കേട്ടോ ഈ ഒരു പൂരം നടക്കുന്ന സ്ഥലത്തേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പൂരം കാണുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുള്ള ഒരു പൂരമാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് റോട്ടിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരു സൈഡിൽ കൂടെ ആനകൾ പോവുക, ഒരു സൈഡിൽ കൂടെ നമ്മൾ നടക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നടക്കാൻ ഇതിനൊക്കെ നല്ല പേടിയായിരുന്നു. ഞാനിങ്ങനെ ഒഴിഞ്ഞ് മാറിയിട്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു. ഇനി ചെറിയ മക്കളൊക്കെ ഉള്ള കാരണം എന്താണെന്നറിയില്ല, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ആനകളെ കാണുന്ന ടൈമിൽ. അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ ഒരുപാട് ഈ പൂരത്തിൽ കച്ചവടം ചെയ്യുന്നത് കണ്ടിട്ട് അവരും ആ കയ്യിലൊക്കെ ചെറിയ പൊടിമക്കൾ കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു പേഴ്സണലി സങ്കടം തോന്നി. കാരണം നമ്മുടെ മക്കളെ അത്രയും കെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണല്ലോ നോക്കുക. അവർ മക്കളിനെ അത്രയും തിരക്കിൻ്റെ ഇടയിലൊക്കെ ചെറിയ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ അവർ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാത്ത പോലെ എനിക്ക് തോന്നി. അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നി. എനിക്ക് ചെറിയ കുട്ടി ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ ഒരു ഫീൽ ചെയ്തത് കേട്ടോ. പിന്നെ അതാ കുറേ കുടമാറ്റം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ആ ഒരു അമ്പലപ്പറമ്പിൽ നിന്നിട്ട് ഇങ്ങനത്തെ കൊട്ടും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ മോളപ്പത്തിനും ഐസ്ക്രീം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അപ്പുറത്തെ ആൾക്കാരൊക്കെ നിന്നിട്ട് ഐസ്ക്രീം കഴിക്കുന്നുണ്ടപ്പോൾ അവൾക്കും ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ കണ്ടിട്ട് പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീം മേടിക്കാൻ പോയി കേട്ടോ. പിന്നെ മോൾക്ക് ഐസ്ക്രീം വാങ്ങി കൊടുത്ത് ഞങ്ങളും കഴിച്ച് പിന്നെ മോനക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ മോൻ്റെ കയ്യിലൊന്നും അങ്ങനെ ഐസ്ക്രീം കൊടുത്തിട്ട് കഴിപ്പിക്കാറില്ല, അപ്പോൾ ചെറിയ കുട്ടി ആയതുകൊണ്ട്. പക്ഷെ ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി അവനെ കയ്യിൽ കൊടുത്ത് പോകാൻ ഭയങ്കര ആസ്വദിച്ച് കഴിക്കാനായിട്ടിപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ ഐസ്ക്രീം കഴിച്ച് നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു സൈഡിൽ നിന്നുള്ള കൊട്ടും ആനകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങളതിൻ്റെ സൈഡിൽ പെട്ടു കേട്ടോ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത, ഒരു വീടിൻ്റെ സൈഡിൽ കൂടെ ഞാൻ അങ്ങോട്ട് പറമ്പിലേക്ക് മാറി നിന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് നിൽക്കാനാണ് വിളിച്ചു, ഇങ്ങോട്ട് പോരെ കണ്ടില്ല. അത്രയും അടുത്തായിരുന്നു അവർ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരാൾ ഭയങ്കര ധൈര്യത്തിൽ കുറേ നേരം അതിൻ്റെ അടുത്ത് തന്നെ നിന്നു കേട്ടോ. ലാസ്റ്റ് ഒരാന വന്നപ്പോൾ അതിനെന്തോ ഒരു വശപ്പശത് തോന്നി. എൻ്റെ പാപ്പാനെ അതിനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ മൂപ്പരാൾക്ക് പേടി, മൂപ്പരാൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ആനകളൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കടകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. കാരണം അവിടെ ഞാൻ പറഞ്ഞില്ല ചെറിയൊരു അമ്പലമാണ്, അപ്പോൾ കടകളൊക്കെ ഉണ്ടായിരുന്നത് ഈ റോഡ് സൈഡിനായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നടക്കുന്ന ടൈമിലാണ് ഈ ഒരു ഐറ്റം കണ്ടത്, കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവം. ഇതിന് ഒരു 50 രൂപയാണ് കേട്ടോ അവർ ഈടാക്കിയിട്ടുണ്ടായിരുന്നത്. രസമായിരുന്നു കഴിക്കാൻ. മോളൊന്നും കഴിച്ചില്ല, കാരണം അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചാട്ട് മസാല ഒക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടത്. സോസ് കഴിച്ചിട്ടാണ് അവർ നമുക്ക് തരിക. അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി നടന്നപ്പോൾ കുറേ വളകളുടെയും മാലകളുടെ ഒക്കെ സ്റ്റോളും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ.
പിന്നെ അവിടെ തന്നെ ഇങ്ങനെ 50 രൂപക്ക് ഉള്ള കമ്മലുകൾ, അത് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. നല്ല കുറേ വെറൈറ്റി കമ്മലുകൾ ഉണ്ടായിരുന്നു, ഏതെടുത്താലും 50 രൂപ അങ്ങനെയുള്ളൊരു ഇതിൽ. പിന്നെ അപ്പത്തേനും മോനും മോളും അവർക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവർക്ക് ബലൂണ് ഇപ്പോൾ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോഴത്തേനും അവർ പൊട്ടിക്കും. അങ്ങനെ അവർക്ക് എന്തോ 2-3 ഐറ്റംസ് മേടിച്ചു കൊടുത്തു. ഇതായിരുന്നു കേട്ടോ ആ ഒരു കമ്മലിൻ്റെ ഷോപ്പ്. 50 രൂപയ്ക്ക് നമുക്ക് ഏതെടുത്താലും ഇതിന് 50 രൂപ മാത്രമേ ഉള്ളൂ. അതിൽ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി. പിന്നെ കുറേ സ്റ്റോളും കാര്യങ്ങളൊക്കെ നോക്കി. അതുപോലെ ഇവർക്ക് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ അവർക്ക് അങ്ങനെ മേടിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. കാരണം നമ്മൾ വന്നപ്പോൾ നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും ഇരുട്ടായി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്ന സ്ഥലത്തേക്ക് നടന്നു പോവുകയാണ്. അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു, കാരണം ഒരുപാട് ദൂരത്തായിരുന്നു നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ പൂരത്തിൻ്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.